ഹായ് ഗായ്സ്, വെൽക്കം ടു തസി ടേൽസ്. ഇന്നൊരു ഫിഷ് ബിരിയാണീൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. തപ്സിക്ക് ചിക്കൻ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു അയക്കൂറ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് നന്നായി എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി നമ്മൾ പെരക്കി വെച്ച് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി അതിലേക്ക് ഇടണം. വലിയ അയക്കൂറയാണ് കേട്ടോ കിട്ടിയത്. അച്ഛൻ കടപ്പുറത്ത് പോയിട്ടാണ് വാങ്ങിയത്. നബിദിന ആയതുകൊണ്ട് ചെറിയ ചെറിയ അയക്കൂറൊന്നും കിട്ടിയില്ല. ഫ്രഷ് ആയിട്ടുള്ള വലിയ അയക്കൂറ മാത്രമേ കിട്ടിയുള്ളൂ. അത് നമ്മൾ കഷ്ണാക്കി എടുത്ത് അതിന് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ പെരക്കി വെച്ചിട്ടാണുള്ളത്. അത് ഓരോന്നായി നമുക്ക് തവയിലേക്ക് ഇങ്ങനെ ഇട്ട് പൊരിക്കാം. ഗായ്സ്, ഇത് ഇഷ്ടപ്പെട്ടോ? ഇത് കണ്ടിട്ട് എനിക്ക് വായന കൊതി വരുന്നു. അത് നമ്മൾ ഇനി അതിനുള്ള പച്ചക്കറികളെല്ലാം സെലക്ട് ചെയ്യണം. ഒരു 6 ആൾക്കുള്ള ബിരിയാണി ആയതുകൊണ്ട് ഞാനൊരു 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് അധികം മസാലയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് 3 ഉള്ളി എടുത്തത്. നിങ്ങൾക്ക് ഒരുപാട് മസാലയൊക്കെ വേണമെങ്കിൽ കുറേ ഉള്ളി എടുക്കാം കേട്ടോ. ഒരു 2 വലിയ ഉള്ളി, ഒരു ചെറുതുള്ളി എടുത്തു, പിന്നെ ഒരു വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയിൽ ഒന്നിൻ്റെ അകത്ത് വളരെ കുറച്ചെണ്ണേ കിട്ടുള്ളൂ. ഞാനൊരു 10 അല്ലിയെങ്കിലും എടുത്തിട്ടുണ്ടാവും തോന്നുന്നു. പിന്നെ വേണ്ടത് നമുക്ക് തക്കാളി, നല്ല പഴുത്ത 2 തക്കാളി എടുക്കണം. അതും കൂടി എല്ലാം മുറിച്ചിടണം. പിന്നെ നമ്മളൊരു മുളക്, ഈ മുളകിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളെ വീട്ടിലുണ്ടായ മുളകാണ് കേട്ടോ. നല്ല അടിപൊളി എരിവും നല്ല മണമുള്ള മുളകാണ്. അതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയും. അതിനുവേണ്ടി ഞാനത് കത്തിയൊക്കെ മൂർച്ച കൂട്ടിയിട്ടുണ്ട്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു കത്തിയാണ്. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അതിൻ്റെ മൂർച്ചയൊക്കെ പോയി. ഇതൊക്കെ ഞാൻ മുറിച്ചിട്ടു കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ ഉള്ളിയുടെ ആ കുത്തലുണ്ടാവില്ല. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 മിക്സിയിലിട്ട് അരച്ചെടുത്ത് ഇതൊക്കെ ആവുന്ന സമയത്ത് മീൻ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വെക്കാം. കുറച്ച് എണ്ണ ബാക്കി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. എന്നാൽ അതിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഗായ്സ്, മീൻ പൊരിച്ച കണ്ടിട്ട് എൻ്റെ വായിലില്ലേ കപ്പൽ കുടിക്കുന്ന വെള്ളം വരുന്നത്. അമ്പടാ. ഇനി സെയിം പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ടിട്ട് അത് വരട്ടണം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അതിനു വേണ്ടി ഞങ്ങൾ കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് വിതറുന്നുണ്ട്. ഇനി കുറച്ച് അടച്ച് വെച്ചിട്ടും വഴറ്റിയും അതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് അരി എടുത്ത് കഴുകി വെക്കാം. രാത്രിയേക്കും കൂടി വേണ്ടത്ര അരി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി കഴുകി അത് ഊറ്റിയെടുത്ത് വെക്കും. ഇനി അരിയുടെ കൂടെ വഴറ്റാൻ വേണ്ടി കുറച്ച് ഇഞ്ചർ ഗാർലിക് പേസ്റ്റും വഴറ്റിയ കുറച്ച് ഉള്ളിയും കൂടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ ചോറുണ്ടാക്കുമ്പം. അത് വഴറ്റി വെച്ചതായതുകൊണ്ട് പിന്നെ ആദ്യം ഒന്ന് വഴറ്റേണ്ട ആവശ്യവും വരുന്നില്ല ചോറ് ഇടുന്ന സമയത്ത്, അരി ഇടുന്ന സമയത്ത്. ഉള്ളിയോ? പിന്നെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഉള്ളിയുടെ കൂടെ വഴറ്റും. അത് വഴറ്റുമ്പോൾ ഒരു മണമുണ്ട്. അതാണ് ശരിക്കും ബിരിയാണിക്ക് ഏറ്റവും നല്ല ഒരു ടേസ്റ്റും മണവും ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. ഞാനൊന്നും വിട്ട് കളയാറില്ല. അത് കലക്കിയ മിക്സിയിലൊന്ന് വെള്ളം ഒഴിച്ച് കലക്കി ബാക്കിയുള്ള പൊടി കൂടി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് നന്നായി വഴറ്റണം. ഇനി അത് വഴന്ന് വരാൻ കുറച്ച് സമയമെടുക്കും. നമുക്കതൊന്ന് അടച്ച് വെച്ച് അവിടെ സെറ്റാക്കി വെക്കാം. അപ്പോഴേക്കും നന്നായിട്ട് വഴന്ന് വരും. ഇനി അതിനിടയ്ക്ക് നമുക്ക് ചെയ്യാൻ ചില പണികളുണ്ട്. അരി കഴുകി വെക്കണം, അത് ഊറ്റി വെക്കണം, അങ്ങനെ കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട്. അതിനു വേണ്ടി ഞാനിത് നേരത്തെ അളവെടുത്ത് വെച്ച അരിയിലേക്ക് വെള്ളം എടുത്ത് നന്നായി കഴുകി അത് നമ്മുടെ ഒരു അരി വെള്ളം ഊറ്റിക്കളയുന്നൊരു പാത്രമുണ്ട്, അതിലേക്ക് നമ്മളിട്ട് എടുത്ത് വയ്ക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പം തന്നെ വെള്ളമൊക്കെ ഊർന്ന് നല്ല വൃത്തിയായി കിട്ടും. ഇനി ഈ വഴറ്റി വെച്ചതിലേക്ക് മഞ്ഞൾ, മുളക്, മല്ലിപ്പൊടി, പിന്നെ ലേശ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് നന്നായി ഞാൻ വഴറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ചേർക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നി. കാരണം ഇതിങ്ങനെ മീനും കൂടി ഇട്ട് വെച്ച സമയത്തേക്ക് ഇച്ചിരി വെള്ളം കുറഞ്ഞു പോയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് സെറ്റാക്കിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇനി ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം നമുക്ക് വേവിക്കാം. എല്ലാ മീനും ഇട്ട് കുറച്ച് എണ്ണയും തൂവി ഈ മസാലയൊക്കെ അതിൻ്റെ മേലെ തേച്ച് പിടിപ്പിച്ച് ഞങ്ങൾ അടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി തൂക്കി, ഞാൻ പറഞ്ഞില്ലേ വെള്ളം കുറച്ച് കുറവായതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് നന്നായി അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത അരിയുടെ ഡബിൾ അളവ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കണം. നമ്മൾ കുക്കറിലല്ല ചോറുണ്ടാക്കുന്നത്, ഇതിൽ നേരിട്ട് തിളപ്പിച്ചിട്ടാണ് നമ്മൾ ചോറുണ്ടാക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ ബിരിയാണി പോട്ടെടുത്ത് അതിലേക്ക് ലേശം നെയ്യിട്ട് ചൂടാക്കണം.
അതിലേക്ക് നമ്മുടെ ബിരിയാണീൻ്റെ കറുവപ്പട്ട, ഇല, പെരുംജീരകം, ഗ്രാമ്പൂ, ഏലക്കായ് ഇതൊക്കെ എടുത്തത് അതിലേക്കിട്ട് വഴറ്റി വെക്കാം. അത് നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വഴറ്റിയ ഉള്ളിയും കൂടി അതിലിട്ട് നന്നായി നെയ്യിൽ വഴറ്റുക. ആ നെയ്യിൽ വഴറ്റുമ്പോൾ അതിനൊരു മണമുണ്ട്, സൂപ്പർ മണമാണ് കേട്ടോ ഗൈസ്. ഇപ്പോഴേ എനിക്ക് കൊതിയാവുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിയും കൂടി ഇട്ട് നന്നായി വഴറ്റണം. കുറച്ച് ഡ്രൈ ആവുന്ന സമയത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വെള്ളം ഒഴിക്കാൻ. തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കണം. ഇനി അതിൽ വേണ്ടത്ര ഉപ്പും പിഴിഞ്ഞു വെച്ച നാരങ്ങ നീരും കൂടി ഒഴിക്കണം. കണ്ടില്ലേ തിളച്ച് പൊന്തി വരുന്നത്. ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും 3 മിനിറ്റ് ലോ ഫ്ലെയിമിലും നമ്മൾ തിളപ്പിക്കണം. ഇതെന്നാ ഇങ്ങനെ അതരിയാണ് തപ്സി. ഇനി അടച്ചു വെച്ച് ഞാൻ പറഞ്ഞ അളവിൽ നമുക്ക് വേവിച്ചെടുക്കാം. നല്ലോണം വെന്ത ശേഷം നമ്മളതെടുത്ത് തണിയാൻ വെക്കും. അത് വറവറയായി കിട്ടാനാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ലെയറായിട്ട് ഇതാ സെറ്റാക്കുന്നുണ്ട്. ആദ്യം അടിയിൽ ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട്, കാരണം കറി കുറവായതുകൊണ്ട് മീൻ കരിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ലേശം ചോറ് വെച്ചത്. അതിന് ശേഷം മീൻ വെച്ചു, പിന്നെ ലേശം ചോറ് കൂടി ഇട്ടു, പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വഴറ്റിയതൊക്കെ വെച്ചു. നല്ല പീസ് നോക്കി അതിൻ്റെ ഇടയിലായി വെച്ച് കുറച്ച് മസാലയൊക്കെ ചേർത്ത് നല്ല സെറ്റായിട്ടുള്ള ലെയറാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. അതിന് ശേഷം എല്ലാ അരിയും വെച്ച് നമ്മളൊന്നുകൂടി ലാസ്റ്റ് ബാക്കിയുള്ള മല്ലിച്ചപ്പും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് നമ്മൾ ഇനി അതൊന്ന് ദമ്മിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും മൈദ ഒന്നും വെച്ച് അടക്കുന്നൊന്നുമില്ല. ലേശം നെയ്യും ഇട്ട് മുറുക്കെ അടച്ച് വെക്കുന്നതേ ഇല്ലൂ. ഇപ്പം തന്നെ തിന്നാനുള്ള ഒരു ആക്രാന്തം വരുന്നുണ്ട് ഗൈസ്. ഇനി അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് മസാലയ്ക്ക് ഞാൻ ലേശം വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് നമുക്ക് ആദ്യം ഒരു മിനിറ്റെങ്കിലും ഫുൾ ഫ്ലെയിമിൽ ദമ്മിടാം. ഇനി അതിന് ശേഷം ഒരു മിനിറ്റോ 2 മിനിറ്റോ ലോ ഫ്ലെയിമിലിടാം. ഒരു ബലത്തിന് ഞാനൊരു കുക്കറും കൂടി വെച്ചിട്ടുണ്ട്. നല്ല തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ ബിരിയാണി റെഡി. കൊതി വരുന്നുണ്ടല്ലോ. നല്ല മണവും നല്ല ടേസ്റ്റും ഉള്ള അയക്കൂറ ബിരിയാണി ആണ് കേട്ടോ ഗൈസ്. നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചോറൊക്കെ ഒരു പാത്രത്തിലും മസാല ഒരു സൈഡിലും നമ്മൾ മാറ്റി വെച്ച് എന്നാൽ വിളമ്പാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ഇനി ഒരു ലേശ കഷ്ണവും കുറച്ച് ചോറും പിന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തിയും, അത് കാന്താരിയൊക്കെ ഇട്ട് അരച്ചതാണ് കേട്ടോ, പിന്നെ തൈരും പപ്പടവും ഒക്കെ കൂടി സൂപ്പറായിട്ടുണ്ട്. തപ്സിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? നല്ല അയക്കൂറ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഇപ്പം എൻ്റെ വായന്ന് വെള്ളം വരുന്നുണ്ട്. ചിക്കൻ ബിരിയാണി കാട്ടിയും ടേസ്റ്റ് ഉണ്ടല്ലോ. ലേശം തൈരും ലേശം ചമ്മന്തിയും അതിൻ്റെ കൂടെ നല്ലൊരു കഷ്ണം അയക്കൂറിയും പൊട്ടിച്ച് ചോറിങ്ങനെ കുഴച്ച് വായിലേക്ക് ഇടുമ്പോൾ എൻ്റെ സാറേ, എൻ്റെ വായന്ന് കൊതിയാണ്. എൻ്റെ വായിലൊന്ന് വെച്ച് തരണേ. കൂടെ നല്ല ചെമ്മീൻ്റെ തല പൊരിച്ചതും. എൻ്റെ ബിരിയാണി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.